നമസ്കാരം. ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയ സൈനിക നീക്കത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളിൽ ഒന്നായ ഡിയാഗോ ഗാർഷ്യ ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത നിയന്ത്രണത്തിലുള്ള ഈ താവളത്തിനു നേരെ നടന്ന നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വാൾസ്ട്രീറ്റ് ജേണലിനെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ ഡിയാഗോ ഗാർഷ്യ ലക്ഷ്യമാക്കി എത്തിയെങ്കിലും അവ കൃത്യസ്ഥാനത്ത് പതിച്ചില്ല. ഒരു മിസൈൽ യാത്രാമധ്യേ തകരാർ മൂലം തകരുകയും മറ്റൊന്നിനെ തകർക്കാൻ അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ നിന്നുള്ള ഇന്റർസെപ്റ്ററുകൾ ശ്രമിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇതിന്റെ ഗൗരവം മറ്റൊന്നാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൂരമാണ്. ഇറാൻ അതിർത്തിയിൽ നിന്നും ഏകദേശം 3800 മുതൽ 4000 കിലോമീറ്റർ വരെ അകലെയാണ് ഡിയാഗോ ഗാർഷ്യ സ്ഥിതി ചെയ്യുന്നത്. ഇറാന്റെ മിസൈലുകൾക്ക് ഇത്രയധികം ദൂരപരിധി ഉണ്ടെന്ന് ലോകം ഇതുവരെ കരുതിയിരുന്നില്ല. പരമാവധി 2000 മുതൽ 3000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഖുറംഷഹർ മിസൈലുകളെക്കുറിച്ചായിരുന്നു നേരത്തെ ചർച്ചകൾ നടന്നിരുന്നത്. എന്നാൽ 4000 കിലോമീറ്റർ അകലെയുള്ള ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് മിസൈൽ അയക്കാൻ ഇറാൻ മുതിർന്നത് അവരുടെ സൈനിക കരുത്ത് വർദ്ധിച്ചതിന്റെ വലിയ സൂചനയാണ്. എന്തുകൊണ്ടാണ് ഈ സൈനിക താവളം ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നത്? അമേരിക്കയ്ക്കും ബ്രിട്ടനും ഒരുപോലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പിംഗ് സ്റ്റോണാണ് ഡിയാഗോ ഗാർഷ്യ. മിഡിൽ ഈസ്റ്റിലെ സൈനിക നീക്കങ്ങൾക്കും B-52 ബോംബർ വിമാനങ്ങളുടെ വിക്ഷേപണത്തിനും ഈ താവളം അത്യന്താപേക്ഷിതമാണ്. ഇറാനെതിരെ ആക്രമണം നടത്താൻ ഈ താവളം ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് അനുമതി നൽകുമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ ഈ സംഭവം വെറുമൊരു മിസൈൽ ആക്രമണമല്ല, ലോകത്തെ വൻ ശക്തികൾക്ക് ഇറാൻ നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പാണ്. തങ്ങളുടെ പരിധിയിൽ നിന്ന് ബഹുദൂരമകലെ നിൽക്കുന്ന ശത്രു താവളങ്ങളെപ്പോലും ആക്രമിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ തെളിയിക്കുകയാണ്. ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഈ വിഷയത്തെപ്പറ്റി നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.